السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ. ഇവിടെ ഇനിയും ധാരാളം പ്രാസംഗികന്മാർ, അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളെല്ലാം നിങ്ങൾ അഭിമുഖീകരിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഉദ്ഘാടനം നിർവഹിക്കുക എന്ന ധർമ്മം മാത്രം നിർവഹിച്ച് ഒഴിഞ്ഞു തരാനാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സൊസൈറ്റി, മുസ്ലിം സമൂഹത്തെ ഈ നിലവാരത്തിൽ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് ഈ പ്രസ്ഥാനം വഹിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആരും അത് ആകുന്നില്ല. നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ധാരാളം വർഷങ്ങളോ നൂറ്റാണ്ടുകളോളം ഭരിച്ച പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ അവിടുത്തെ മുസ്ലിങ്ങൾ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടേതുപോലെയുള്ള ഒരു മാറ്റത്തിന് വിധേയരായിട്ടില്ല. ഞാൻ തമാശയായി പറയുകയാണ്. ഞങ്ങൾ 1997 കുവൈറ്റ് സന്ദർശിച്ചപ്പോൾ അവിടെ ഞങ്ങൾ ഒരു സ്കൂൾ സന്ദർശിക്കാൻ പോയി. ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിച്ച ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു. വിവരങ്ങൾ അവർ ഞങ്ങളോട് ചോദിച്ചു. നിങ്ങൾ ആ കൂട്ടത്തിൽ അവർ അന്വേഷിച്ചു നിങ്ങളുടെ നാട്ടിലെ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെയാണ് എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കേരളത്തിൽ വിദ്യാഭ്യാസം 100%. അവർക്ക് അത്ഭുതം. അവർ ഞങ്ങളോട് ചോദിച്ചു, അവലൈ സഹുനാക്ക മുസ്ലിം, അവിടെ മുസ്ലിങ്ങളില്ലേ, പിന്നെ എങ്ങനെയാണ് 100% വിദ്യാഭ്യാസം ഉണ്ടാവുക എന്നായിരുന്നു അവരുടെ ചോദ്യം. ഞങ്ങളുടെ മറുപടി, മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളുമുണ്ട്, അതുകൊണ്ട് 100% തടസ്സമുണ്ടായില്ല. ഇതൊരു തമാശക്ക് പറയുകയാണെങ്കിലും യഥാർത്ഥത്തിൽ ഉള്ളിൽ തട്ടിയ മറുപടിയായിരുന്നു ഞങ്ങളുടേത്. ആ രീതിയിൽ ഈ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ വഹിച്ച പങ്കിനെ സംബന്ധിച്ച് ഞങ്ങൾ കൃതാർത്ഥരാണ്. അതേ അവസരത്തിൽ വെറും വിദ്യാഭ്യാസ കാര്യങ്ങൾ മാത്രമല്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളും ഒരുപോലെ പരിഗണിക്കണം എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ എന്നാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഞങ്ങൾ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഈ ഐഹിക ജീവിതത്തിൽ നന്മ നൽകണമേ, പാരിത്രികമായി നന്മ നൽകണമേ. ആ നന്മയ്ക്ക് വേണ്ടി, ഐഹികവും പാരിത്രികവുമായ നന്മയ്ക്ക് വേണ്ടി വളരെ ശക്തിയായി, അതല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ പ്രവർത്തകരുടെയും മതപരമായ പ്രവർത്തകരുടെയും വിദ്യാഭ്യാസ വിശിഷ്ടന്മാരുടെയും എല്ലാം ധർമ്മമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ കാര്യം തന്നെ നിർവഹിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഐഹികമായ ജീവിതത്തിൽ ഒരു തടസ്സവും വരാതെ, ഐഹിക വിദ്യാഭ്യാസം മാത്രമല്ല, മതപരമായ വിദ്യാഭ്യാസം മാത്രമല്ല, എല്ലാ വിദ്യാഭ്യാസ രംഗത്തും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യത്ത് വിവിധ സമൂഹങ്ങളുണ്ട്, പലതരത്തിലുള്ള മതവിശ്വാസികളുണ്ട്, പലതരത്തിലുള്ള ജാതികളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇവർക്ക് തമ്മിൽ യാതൊരു തരത്തിലുള്ള ഒരു ശത്രുതയും വളർത്തിയെടുക്കരുത് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം 1-ാം തീയതി മുതൽക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിയുന്നിടത്തോളം സമവായത്തിലും സൗഹൃദത്തിലും എല്ലാവരെയും ജീവിക്കാൻ പഠിപ്പിക്കുക, അതിന് സഹായകമായി പ്രത്യേകിച്ച് മുസ്ലിം സൊസൈറ്റി നിൽക്കണം എന്ന അഭിപ്രായം ഞങ്ങൾ വെച്ചു പുലർത്തുക മാത്രമല്ല, അത് ഞങ്ങൾ ഈ സന്ദേശമായി പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ ബാക്കിയുണ്ട്. അതുകൂടി പൂർത്തീകരിക്കേണ്ട ശ്രമത്തിലാണ് ഞങ്ങളെ പ്രായമുള്ള ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് മറന്നുപോകാൻ പാടില്ല എന്നുള്ള നിലത്ത് തന്നെയാണ്
യുവജനങ്ങളെ ഈ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്. അവരാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അവർ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഹൃദയത്തിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. മാത്രമല്ല, വിദ്യാർത്ഥി വിഭാഗത്തിനും സ്ത്രീകളുടെ രംഗത്തും ഈ കൂട്ടായ്മകൾ